2025 ഇറങ്ങിയ പുതിയ പാഠപുസ്തകമായ 5ാം ക്ലാസ്സിലെ സയൻസ് എന്ന വിഷയത്തിലെ കുറച്ച് ചോദ്യ ഉത്തരവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, ജനന സമയത്ത് എടുക്കേണ്ട വാക്സിൻ, അതായത് കുട്ടികൾക്ക് ജനന സമയത്ത് എടുക്കേണ്ട വാക്സിൻ, ഒന്ന് OPV, BCG, ഹെപ്പ് ബി. അപ്പോൾ ഈ OPV എന്നതിൻ്റെ ഫുൾ ഫോം ഓറൽ പോളിയോ വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ. BCG എന്നാൽ ബാസിലസ് കാൽമറ്റ് ഗ്വറിൻ. ഹെപ്പ് ബി എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി. കുട്ടികൾക്ക് 6 ആഴ്ച ആകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ OPV1, RVV1, FIPV1, പെൻറ്റാവാലൻ്റ് 1, അതുപോലെ PVC1. ഇത്രയും വാക്സിനുകളാണ് എടുക്കേണ്ടത്. അതിൽ RVV1 റോട്ടോ വൈറസ് വാക്സിൻ, FIPV1 പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, PCV1 എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. ഇനി കുട്ടികൾക്ക് 10ാമത്തെ ആഴ്ചയിൽ എടുക്കേണ്ട വാക്സിനാണ് OPV2, RVV2, പെൻറ്റാവാലൻ്റ് 2. 14ാമത്തെ ആഴ്ചയിൽ എടുക്കേണ്ട വാക്സിൻ OPV3, RVV3, പെൻറ്റാവാലൻ്റ് 3, FIPV2, PCV2. കുട്ടികൾക്ക് 10ാമത്തെ വയസ്സിൽ എടുക്കേണ്ട കുത്തിവെപ്പ് TD1, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. 9ാം മാസത്തിലെ വാക്സിൻ MR1, PCV, ബൂസ്റ്റർ വിറ്റാമിൻ A, FIPV. അത് MR എന്ന് പറഞ്ഞാൽ മീസിൽസ് റൂബല്ല വാക്സിനാണ്. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. 16 മുതൽ 24 മാസത്തിലെ വാക്സിൻ, അതായത് 16 വയസ്സ് മുതൽ, അതായത് 16ാമത്തെ മാസത്തിലും 24ാമത്തെ മാസത്തിലും എടുക്കുന്ന വാക്സിൻ ചോദിച്ചാൽ MR2, OPV ബൂസ്റ്റർ, DPT. അതുപോലെ വിറ്റാമിൻ A2. അതിൽ DPTയുടെ ഫുൾ ഫോം ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. 5 വയസ്സിൽ 5നും 6 വയസ്സിനും ഇടയിൽ എടുക്കുന്ന വാക്സിനാണ് DPT ബൂസ്റ്റർ 2. 16ാമത്തെ വയസ്സിൽ നൽകുന്ന വാക്സിനാണ് TD2. നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ ഏകദേശ അളവ്, അത് തലച്ചോറിലാണെങ്കിൽ 73%, രക്തത്തിലാണെങ്കിൽ 94%, വൃക്കയിലാണെങ്കിൽ 79%, പേശികളിലാണെങ്കിൽ 75%, ഹൃദയത്തിലാണെങ്കിലും 75%, ശ്വാസകോശത്തിലാണെങ്കിൽ 83%, അസ്ഥികളിലാണെങ്കിൽ 31%. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. സോഡ ഉണ്ടാക്കുന്നത് ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് എന്ന വാതകം ലയിപ്പിച്ചിട്ടാണ്. സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ വരുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. എന്തിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ച് ഉണ്ടാകുന്നതാണ് ലായനി. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുള്ളതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. വിതാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുള്ളത്.
അതുപോലെ ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.